വ്യാപകമായി ചെറുപ്പക്കാർക്കിടയിൽ 40 വയസ്സിന് ചോടെയുള്ളവരുടെ മരണനിരക്ക് പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പം നാട്ടിൽ വളരെ വ്യാപകമായി നടക്കുന്ന മരണനിരക്കിൽ നമുക്ക് പെടാതിരിക്കണമെങ്കിൽ, ആയുസ് തീർന്ന് എപ്പോഴായാലും മരിക്കും, അത് വേറെ വാദം, അത് വേറൊരു സത്യമാണ്, പരമമായ സത്യമാണ്. പക്ഷേ അപകടപ്പെടുത്തുന്ന എന്തോ ഒരു ഘടകം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ആ ഘടകം നിങ്ങൾ നിർബന്ധിതമായി എടുക്കേണ്ടി വന്നതാണ്. അതിൻ്റെ അപകടം ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തെയാണ്, ബ്രെയിൻ സിസ്റ്റത്തെയാണ്, ന്യൂറോ സിസ്റ്റത്തെയാണ്. വ്യാപകമായ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊരു 2 വർഷം കൂടി കഴിഞ്ഞാൽ എണ്ണാൻ പോലും പറ്റാത്ത അത്രയും മരണങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അള്ളാഹു നമുക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പക്ഷെ ഞാനത് അത്രയും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇന്നത്തെ കാലത്ത് രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ മരുന്ന് കുടിക്കാൻ പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഹിജാമക്ക് ഒരുങ്ങുക. പ്രത്യേകിച്ചും ഈ മാസം തന്നെ, റബീഉൽ അവ്വൽ മാസം സുന്നത്ത് ഹയാത്താക്കേണ്ട ഒരു മാസമാണല്ലോ. നബി ജന്മത്തെ അനുഗ്രഹമായി കാണുന്നുവെങ്കിൽ, നബി വാക്കുകളിൽ അനുഗ്രഹമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ സയൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു ബോധം നിങ്ങളിലുണ്ടെങ്കിൽ, ഈ മാസം തന്നെ നമ്മൾ ഹിജാമയിലേക്ക് ഒരുങ്ങുക. അത് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ. അമ്മാ ബഅദ്. രോഗശമനത്തിന് എളുപ്പമുള്ളൊരു ചികിത്സ പറയണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുകയാണ്. എളുപ്പത്തിൽ രോഗം മാറണം, വേഗം രോഗം മാറണം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എവറി ടൈം ആക്റ്റീവായിരിക്കണം, ഏത് തരത്തിലുള്ള രോഗത്തിനെതിരെയും ശരീരം എപ്പോഴും ആക്റ്റീവായി നിലനിൽക്കണം. അതിന് നല്ലൊരു മാർഗം, നല്ലൊരു വഴി പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ചും മാരക രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ കുറേ ജനങ്ങൾ, ചികിത്സിച്ച് മടുത്തവർ, ചികിത്സയോട് തന്നെ വെറുപ്പാണ് ഇപ്പം ജനങ്ങൾക്ക്, അങ്ങനെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് ആളുകൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മാസമാണല്ലോ. ആളുകൾ അതിൻ്റെ സന്തോഷത്തിലുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ രോഗം മാറാൻ, വേഗത്തിൽ രോഗം മാറാൻ, ഒരുപാട് കാലം കുടിക്കുന്നതിന് പകരം വേഗത്തിൽ രോഗത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാം. അത് ഏത് തരം രോഗമാണെങ്കിലും, അത് ക്രോണിക് ഡിസീസ് ആണെങ്കിലും, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിലും, നോർമൽ ഡിസീസാണ്, ഏത് ടൈപ്സ് ഓഫ് ഡിസീസ് ആണെങ്കിലും വിഷയമല്ല. ജീവിതശൈലി രോഗമാണെങ്കിലും, ഇപ്പം ഡയബറ്റിക് അടക്കമുള്ള, യൂറിക് ആസിഡ്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം, നിങ്ങളെ അലട്ടുന്ന ഏത് തരം രോഗാവസ്ഥയിലും വേഗം രക്ഷപ്പെടാനും മരുന്ന് കുടിച്ചൊരുപാട് സമ്പത്ത് നഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും സഹായിക്കുന്ന ഒരു ചികിത്സാ രീതി പറയണമെന്ന് കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇതൊരു ഒരു റെമഡി എന്ന നിലക്കല്ല, ഇതൊരു ചികിത്സാ രീതി എന്നത് മാത്രമല്ല, ഒരു പ്രതിരോധ മാർഗം കൂടിയാണ്. അപ്പോൾ ഒരേ സമയത്ത് 2 കാര്യം നമുക്ക് കിട്ടുന്നു. മാത്രമല്ല, ഇത് മനോബലത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന 3ാമത്തെ റിസൾട്ട് കൂടിയാണ്. എന്താ വിഷയം? ഹിജാമ എന്നുള്ളത് ഇന്ന് ലോകത്ത് വളരെ സജീവമായ ചർച്ചയാട്ടോ. പലതരത്തിലുള്ള ചർച്ചയുണ്ട്. അതിൻ്റെ ശാസ്ത്രീയത പറയുന്നു ഒരു വിഭാഗം ആളുകൾ, ചില ആളുകൾ അതിൻ്റെ അശാസ്ത്രീയത പറയാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. ഒരു കഥയില്ലാതെ ഇതൊരു അശാസ്ത്രീയ ഏർപ്പാടാണ്, 1400 വർഷം മുമ്പ് നടന്നതാണ്, അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് നടന്നതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന പാവങ്ങളുണ്ട്. അത് ചില ആൾ അങ്ങനെയാണ് പറഞ്ഞിട്ട് ഞാനൊരു പൊട്ടനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ, എൻ്റെ അറിവിൽ പെടാത്തൊന്നും ശരിയില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം എപ്പോഴും ഉണ്ടാവും. അത്രയും അവരോട് സഹതാപ വോട്ട് നമുക്ക് അവർക്ക് ചെയ്യാം, അത്രേ തന്നെ ഉള്ളൂ. അപ്പം ലോകത്ത് ഇന്ന് വളരെ സജീവമായ ചർച്ചയാണ് ഹിജാമ. പല പേരിൽ, കൊമ്പ് ചികിത്സ എന്നും കപ്പിംഗ് തെറാപ്പി എന്നും പല പേരിൽ ഇത് വ്യാപകമായി ഉണ്ട്. ഇപ്പം റഷ്യയിലൊക്കെ സെയ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ബെക്കം മറ്റൊരു പേരാണ്. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ചെയ്യപ്പെടുന്ന ഹിജാമകൾ ഇന്ന് വ്യാപകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു വളരെ എളുപ്പത്തിൽ ചില സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ്. വിശദമായ ഒരു ഹിജാമ ക്ലാസ് ആണെങ്കിൽ നമുക്ക് പിന്നീടാവാം. ഇപ്പം വളരെ അനിവാര്യമായൊരു കാലഘട്ടം കൂടിയാണ്. ഹിജാമ എല്ലാവരിലും നിർബന്ധമായൊരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഹിജാമ തെറാപ്പിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് മതിയാവാത്തൊരു കാലമായി വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അത്ര വ്യാപകമാണ് ലോകത്ത് രോഗങ്ങളുടെ വ്യാപനം, അത്ര വ്യാപകമാണ്. പ്രത്യേകിച്ചും ചില അവസ്ഥകൾ
നമ്മൾ ഉപയോഗിച്ച ചില വസ്തുക്കളുടെ കാരണമായി നമ്മുടെ ശരീരത്തിൽ സംജാതമായ ചില അവസ്ഥകളെ മറികടക്കാൻ ഹിജാമ നിർബന്ധമാണ് എന്നും വരും. ഏതായാലും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന സമയം, ഇപ്പോൾ റബീഉൽ അവ്വൽ മാസം അറബി കലണ്ടർ പ്രകാരം, ചന്ദ്രമാസ കലണ്ടർ പ്രകാരം 17, 19, 21 ദിവസങ്ങൾ പ്രത്യേകിച്ചും ഹിജാമ ശരീരത്തിന് ഏറ്റവും ഫലപ്രദമായ സമയമാണ്. അതുകൊണ്ട് തന്നെ അത് സുന്നത്ത് എന്ന രീതിയിലാണ്, സുന്നാഡേയ്സ്, ഹിജാമ തെറാപ്പിസ്റ്റുകൾക്കിടയിൽ സുന്നാഡേയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസം തന്നെയുണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ചെയ്യാം ഹിജാമ. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ചില പ്രത്യേക സമയങ്ങൾ ഇതിന് ഏറെ ഫലപ്രദമാണ്. അതിൽ ഏറ്റവും നല്ലതാണ് പൂർവ്വപ്രഭാതം. പൂർവ്വപ്രഭാതം എന്ന് പറയുന്നത് പ്രഭാതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹിജാമ ചെയ്യാൻ പറ്റുമെങ്കിൽ, എംപ്റ്റി സ്റ്റൊമക്കാണ്. അപ്പൊ കാലി വയറിൽ ഹിജാമ ചെയ്യുമ്പോൾ അത് ബുദ്ധി വളർച്ചയ്ക്ക് കൂടി സപ്പോർട്ടീവാണ്. അപ്പൊ ഹിജാമ എന്നതിനെ സുന്നാഡേയ്സ് എന്ന പേരിൽ പ്രത്യേകമായി ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ പറയാലോ, ഇതിപ്പോ റബീഉൽ അവ്വൽ മാസം, നമ്മുടെ ഇംഗ്ലീഷ് മാസപ്രകാരം 19-ാം തീയതി മുതൽ അങ്ങോട്ട് സുന്നാഡേയ്സ് ആണ്. മനസ്സിലാക്കണം, ഒരു 3 ദിവസം സുന്നാഡേയ്സ് കിട്ടുന്നുണ്ട് ഈ ഇംഗ്ലീഷ് മാസം 19-ാം തീയതി മുതൽ. ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എനിക്ക് രോഗമൊന്നും ഇല്ലല്ലോ, ഞാൻ എന്തിനാ ഹിജാമ ചെയ്യുന്നത് എന്ന് ചിന്തിക്കരുത്. കാരണം എന്താ പറയുക, ഹിജാമ എന്നുള്ളത് രോഗത്തിനുള്ള ചികിത്സ മാത്രമല്ല, നമ്മൾ ഭയപ്പെടുന്ന പല മാരക രോഗങ്ങളെയും തടയാൻ വളരെ സപ്പോർട്ടീവാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് ശരീരത്തിൽ കേട് രക്തം എടുത്ത് മാറ്റി വെക്കാനുള്ള എന്തോ സംഭവമാണ്. ശരീരത്തിൽ അങ്ങനെ കേട് രക്തമൊന്നും കെട്ടി നിൽക്കത്തില്ല. അത് ഹൃദയത്തിന്റെ പ്രവർത്തനം അറിയാത്തത് കൊണ്ട് നമ്മൾ പറയുന്ന വാക്കാണ്. കേട് രക്തം നിൽക്കുന്ന ചില സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ ഒരു ഭാഗത്ത് നല്ല ക്ഷതം വന്നു എന്ന് വെക്കാം, അവിടെ രക്തം കട്ട പിടിച്ചതിന്റെ സർക്കുലേഷൻ ബ്ലോക്ക് ആയാൽ അവിടെ ചിലപ്പോൾ എന്താവും, ഇച്ചിരി സർക്കുലേഷൻ ബ്ലോക്കായത് കാരണം നേരത്തെ ഉണ്ടായിരുന്ന രക്തം കേടായിട്ട് നിൽക്കുന്നു. അതിന് കേട് രക്തം എന്ന പ്രയോഗമല്ല പറയേണ്ടത്. അങ്ങനെ ഒരു, പിന്നെ അറബി വ്യാകരണ ശാസ്ത്രത്തിൽ ഒരു പ്രയോഗമുണ്ട്, ഇസ്തിമാൽ കസറത്താവുമ്പോൾ മജാസ് ഹക്കീക്കാവും എന്നുള്ളത്. ചില പ്രയോഗങ്ങൾ ചില കാര്യത്തിന് ഉപയോഗിച്ച് വന്നാൽ അത് അതിൻ്റെ ഒറിജിനൽ വേർഡായി മാറും എന്നൊരു പ്രയോഗമുണ്ട്. അത്രയേ ഉള്ളൂ. കാരണം ചില ശാസ്ത്രവാദികൾ, അവരെ ഞാൻ അങ്ങനെ വിളിക്കുകയാണ്, അവരിത് ശാസ്ത്രമില്ല എന്നാലും അവർ ശാസ്ത്രവാദികളാണ്. അവര് ഹിജാമ തെറാപ്പിസ്റ്റുകളെ 2ാം കിടക്കറാക്കാൻ വേണ്ടി ഒരു പ്രയോഗം നടത്തി. അങ്ങനെയാണ്, ശരീരത്തിൽ അങ്ങനെ കേട് രക്തം ഉണ്ടാവോ, കേട് രക്തമില്ലാത്ത ശരീരത്തിൽ ഇവരെന്ത് കേട് രക്തമാണ് എടുത്തു മാറ്റേണ്ടത്, അപ്പൊ പിന്നെ ഇവർക്ക് ശാസ്ത്രം അറിയില്ലല്ലോ എന്ന് സംസാരിച്ച ചില ശാസ്ത്രവാദികളുണ്ട്. സങ്കടമേ അവരോടുള്ളൂ, സഹതാപമേ ഉള്ളൂ. ശരീരത്തിന്റെ കേട് രക്തം നീക്കുക എന്നതിനപ്പുറം പ്രവാചക വൈദ്യശാസ്ത്രം ഹിജാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെർമൽ എനർജിയെ എക്സിസ്റ്റ് ചെയ്യുക. അതായത് ശരീരത്തിൽ രോഗത്തിന് കാരണമാകുന്ന ഹീറ്റ് എനർജി, അമിതമായ ഉഷ്ണാധിക്യത്തെ ശരീരത്തിൽ നിന്ന് വിഭാടനം ചെയ്യുക എന്നതാണ് ഹിജാമയിലൂടെ ഏറ്റവും നന്നായി നടക്കുന്നത്. പിന്നെ സ്പിരിച്വൽ സൈഡ് നോക്കിയാൽ രക്തത്തെ സ്വാധീനിച്ച് നിൽക്കുന്ന പൈശാചിക ഭാവത്തെ നിർമാർജനം ചെയ്യുക, അതൊരു സ്പിരിച്വൽ സൈഡാണ്. ഹിജാമയിൽ 2 സൈഡാണ് തിബ്ബൻ നബവി പ്രകാരം പൊതുവെ ചർച്ച ചെയ്യാറുള്ളത്. ഇപ്പൊ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നമ്മളിൽ സിഹിർ ബാധിച്ചാൽ ആ സിഹിർ ബാത്തിലാക്കാൻ സഹായിക്കുന്ന ഹിജാമ തെറാപ്പി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ ഇത് പുതുതായി കേൾക്കുന്നതായിരിക്കും. സിഹിറിനെ ബാത്തിലാക്കാൻ സഹായിക്കുന്ന ഹിജാമുണ്ട്. എത്രയോ ആളുകളിൽ ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. എത്രയോ ആളുകൾ അതിനുശേഷം ജീവിതത്തിൽ അവർക്കുണ്ടായ സുഖാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഹിജാമ എന്നുള്ളത് ശാരീരികമായ സൗഖ്യത്തോടൊപ്പം മാനസികമായ സൗഖ്യങ്ങൾ നൽകുന്നു, പ്രതിരോധ സംവിധാനത്തെ ആക്റ്റീവാക്കുന്നു, ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷനെ നന്നാക്കുന്നു, നമ്മുടെ ശരീരത്തിലെ അടിഞ്ഞു നിൽക്കുന്ന ചില വിഷാംശങ്ങളെ സാധാരണ ബ്രീത്തിങ്ങിലൂടെയും മറ്റും പോവാത്ത, അല്ലെങ്കിൽ സാധാരണ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന രീതിയുണ്ട്. അതിലൂടെ പുറന്തള്ളപ്പെടാത്ത മാലിന്യങ്ങളെ, കോശമാലിന്യങ്ങളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനും ഹിജാമയിലൂടെ സാധിക്കുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയതാണ് നമുക്ക് സംഭവിച്ചു പോയ സിഹിറിൽ നിന്ന് രക്ഷ നേടാൻ ഹിജാമ തെറാപ്പിയുടെ വളരെ വലിയ ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഹിജാമ എന്നുള്ളത് വളരെ അനിവാര്യമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രോഗം വരാതിരിക്കാനും വന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹിജാമയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യത്തിൽ രോഗശമനമുണ്ട് എന്ന് പറഞ്ഞു. 3 കാര്യത്തിൽ രോഗശമനമുണ്ട് എന്ന് പറഞ്ഞതിൽ ഒന്ന് ഹിജാമയാണ്. വേറൊരു കാര്യം കൂടി പറയാം. ശിരോരോഗത്തിന്റെ വിഷമമായി വന്ന ഒരു സ്വഹാബിയോട് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇല്ലാ കാൽ ഇഹ്തജിം ഫമൻ ഇഷ്തക വജഅൻ ഫീ റഅസിഹി. അതായത്
ശിരോബന്ധിതമായൊരു രോഗത്തിന്റെ കഠിനതയാൽ പ്രയാസപ്പെടുന്ന ഒരാൾ വരിക, വളരെ പ്രയാസപ്പെടുന്ന ഒരാൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തജിം, നീ ഹിജാമ ചെയ്യൂ, നീ ഹിജാമ ചെയ്യൂ. പിന്നെ ചില ആൾ ശിരസിൽ ഹിജാമ ചെയ്യാൻ പേടിക്കുന്നതിന് മുടി മുറിക്കേണ്ടി വരുന്നത് കരുതിയിട്ടാണ്. മുടി മുറിക്കേണ്ടി വരും, മുടി മൊട്ടയടിക്കേണ്ടി വരും എന്നൊക്കെ കരുതിയിട്ട് ശിരസിൽ ഹിജാമ ചെയ്യാത്തവരുണ്ട്. അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമേ ഇല്ല. ഒരു രോമം പോലും നീക്കാതെ ശിരസിൽ, പ്രത്യേകിച്ചും യാഫൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹിജാമയുടെ സുന്ന പോയിന്റ് ഉണ്ട്. ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ പരിചയപ്പെടുത്തിയത് അഖ്ദഅൈൻ. അഖ്ദഅൈൻ എന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് നമ്മുടെ ചെവിക്ക് താഴെ ഈ കണ്ടനാടി, ഈ ഒരു ഇത് കണ്ടില്ലേ, ആ ചെവിക്ക് താഴെ 2 ഭാഗം നമ്മുടെ ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന, വളരെ കരോട്ടിഡ് ചാനലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയി വരും. വളരെ പെർഫെക്റ്റ് ആയതാണ് അഖ്ദഅൈൻ അതിന്റെ പ്രയോഗം. മറ്റൊന്ന് കാഹിൽ, കാഹിൽ എന്ന പോയിന്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ 2 ഭാഗം നിർബന്ധമായും നമ്മൾ ഹിജാമ ചെയ്യുമെന്ന് നമ്മൾ ചിലരൊക്കെ പറഞ്ഞ്, ഞാൻ ഒരുപാട് ഹിജാമ ചെയ്തു, ഒരുപാട് ശിരസിൽ ചെയ്തോ? ഇല്ല. പിന്നെന്ത് ഹിജാമയാണ്? നെറ്റിയിൽ ചെയ്തോ? ഇല്ല. പിന്നെന്ത് ഹിജാമയാണ്? അതുപോലെ തന്നെ നിങ്ങൾ കഴുത്തിൽ ചെയ്തോ? ഇല്ല. പിന്നെന്ത് ഹിജാമയാണ്? ഹിജാമയാവുന്നത് ശിരസിൽ ചെയ്യുമ്പോഴാണ്. ശിരസിൽ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. പിന്നെ പറ്റുന്നതും ശരീരത്തെ അറിയുന്നവരിൽ നിന്ന് ഹിജാമ ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം നന്നായി കാലങ്ങളായി ഹിജാമ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ആളുകൾക്ക് ഹിജാമ പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം നന്നായി ശരീരം അറിയുന്ന ആളാണ്, മിസാജ് അറിയുന്ന ആളാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രഷർ അടക്കം ചെക്ക് ചെയ്ത് കറക്റ്റ് ഹാർട്ട് ബീറ്റ് നോക്കി ആള് ഓക്കെയാണ് എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ അദ്ദേഹം ഹിജാമ ചെയ്യുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹിക്മ ഹീലിംഗ് എന്ന പേരിൽ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ശൈലിയാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ്? അറിവുള്ള ഒരാൾ ഹിജാമ ചെയ്യുമ്പോൾ അതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. പക്ഷെ ഇന്നിപ്പം ഹിജാമ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും 2-3 ദിവസം കൊണ്ട് ഹിജാമ പഠിച്ചിട്ട് ഹിജാമ കറങ്ങുന്നവരുണ്ട്. ഞാൻ അവരെ കുറ്റം പറയൊന്നും ചെയ്യല്ല. ചില ഇൽമിന് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഇൽമുണ്ട്, ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഇൽമുണ്ട്, ഒരു കൊല്ലം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഇൽമുണ്ട്. ഇൽമ് ഒരു ദിവസം പഠിച്ചാലും ഇൽമ തന്നെയാണ്, അറിവ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ശരീരവും ശരീരത്തിൻ്റെ ധർമ്മങ്ങളും അറിയുന്ന ഒരാൾ, അനാട്ടമിയും ഫിസിയോളജിയും അറിയുന്ന ഒരാൾ ഹിജാമ ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ശിരസിൽ പ്രത്യേകിച്ച് മാത്രമല്ല, മദർ ഓഫ് ഡിസീസ് എന്ന രീതിയിലുള്ള അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് യാഫൂക്ക് എന്ന പോയിന്റിൽ ഹിജാമക്ക് കപ്പ് വെക്കുമ്പോൾ കിട്ടുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ള കുഴഞ്ഞു വീണ് മരണം കാരണം എന്താണ് എന്ന് പലരും പറയാൻ മടിക്കുന്ന, പറഞ്ഞാൽ സമ്മതിക്കാത്ത, പലരും കൈ കഴുകിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വിഷയം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അത്തരം പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ സേഫ് ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇഹ്തജിം, നിങ്ങൾ ഹിജാമക്ക് ഒരുങ്ങുക. അങ്ങനെ ഉണ്ടല്ലോ, വ്യാപകമായി ചെറുപ്പക്കാർക്കിടയിൽ 40 വയസ്സിന് ചോടെയുള്ളവരുടെ മരണനിരക്ക് പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പം നാട്ടിൽ വളരെ വ്യാപകമായി നടക്കുന്ന മരണനിരക്കിൽ നമുക്ക് പെടാതിരിക്കണമെങ്കിൽ, ആയുസ് തീർന്ന് എപ്പോഴായാലും മരിക്കും, അത് വേറെ വാദം, അത് വേറൊരു സത്യമാണ്, പരമമായ സത്യമാണ്. പക്ഷേ അപകടപ്പെടുത്തുന്ന എന്തോ ഒരു ഘടകം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ആ ഘടകം നിങ്ങൾ നിർബന്ധിതമായി എടുക്കേണ്ടി വന്നതാണ്. അതിൻ്റെ അപകടം ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തെയാണ്, ബ്രെയിൻ സിസ്റ്റത്തെയാണ്, ന്യൂറോ സിസ്റ്റത്തെയാണ്. വ്യാപകമായ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊരു 2 വർഷം കൂടി കഴിഞ്ഞാൽ എണ്ണാൻ പോലും പറ്റാത്ത അത്രയും മരണങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അള്ളാഹു നമുക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പക്ഷേ ഹിജാമ നിങ്ങളെ കരുതും, നിങ്ങൾക്ക് കാവൽ നിൽക്കും. ഞാനത് അത്രയും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇന്നത്തെ കാലത്ത് രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ മരുന്ന് കുടിക്കാൻ പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുക. അപ്പം നമ്മൾ ഹിജാമക്ക് ഒരുങ്ങുക. പ്രത്യേകിച്ചും ഈ മാസം തന്നെ, റബീഉൽ അവ്വൽ മാസം സുന്നത്ത് ഹയാത്താക്കേണ്ട ഒരു മാസമാണല്ലോ. നബി ജന്മത്തെ അനുഗ്രഹമായി കാണുന്നുവെങ്കിൽ, നബി വാക്കുകളിൽ അനുഗ്രഹമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ സയൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു ബോധം നിങ്ങളിലുണ്ടെങ്കിൽ, ഈ മാസം തന്നെ നമ്മൾ ഹിജാമയിലേക്ക് ഒരുങ്ങുക. അത് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് ഇനിയും അതിൻ്റെ അറിവ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യൂ. 7025401429 നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എവിടെ വെച്ച് എപ്പോൾ, നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും പേടിക്കേണ്ട.
നിങ്ങൾ UAE-യിലാണോ? അതിൻ്റെ സൗകര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഖത്തറിലാണോ? സൗകര്യം പറഞ്ഞുതരാം. എവിടെയാണെങ്കിലും അതിന് പറ്റുന്ന നിർദ്ദേശങ്ങളും തരാം, ബേജാറാണ്ട. നിങ്ങൾ പിന്നെ മലേഷ്യയിലാണോ? പറഞ്ഞുതരാം. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഹിജാമ ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു തരാം. കാരണം എന്താ പറയുക, മനുഷ്യകുലത്തിന് വേണ്ടി, മനുഷ്യ രാശിക്ക് വേണ്ടിയാണ് ഹിക്മ ഹീലിംഗ് നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും ജീവിച്ചതും പ്രബോധനം നടത്തിയതും മനുഷ്യകുലത്തിന് വേണ്ടിയാണ്. അപ്പൊ ഹിജാമക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി. എല്ലാവർക്കും ഹിജാമ ചെയ്യാം. ചില ആളുകൾക്ക് ഞാൻ ഷുഗറുള്ള ആളാണ്, ഹിജാമ ചെയ്യാൻ പറ്റുമെന്നാ ചോദ്യം. ഷുഗറുള്ളവർക്കുള്ള സ്പെഷ്യൽ ഹിജാമ ഉണ്ട്. ഹിജാമ ഏത് രോഗാവസ്ഥയിലും നമുക്ക് ഒരു ഫിസിഷ്യന്റെ ഒബ്സർവേഷനിൽ ചെയ്യുന്നതിന് യാതൊരു പേടിയും വേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാട്ടമി ഫിസിയോളജി അറിയുന്ന ഒരാളാണെങ്കിൽ ധൈര്യസമേതം ചെയ്യാം. അതറിയാത്തവരാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ തെറ്റിദ്ധാരണകളുണ്ട് ഹിജാമിന്റെ പേരിൽ. ഒരുപാട് രക്തം എടുക്കണം ഹിജാമ എന്ന് പറഞ്ഞാൽ, ഒരുപാട് രക്തം എടുക്കലാണ് ഹിജാമ. ചില ആളുകളൊക്കെ അത് വല്ലാണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കപ്പുകൾ വെക്കലാണ് ഹിജാമ, അങ്ങനെയുണ്ട്. ശരീരം നിറയെ കപ്പ് വെച്ച് അതാണ് ഹിജാമ. എന്നിട്ട് ഒരു ശരിയായ ഹിജാമ തെറാപ്പിസ്റ്റ് 2-3 കപ്പ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഇതാണ് ഹിജാമ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരുപാട് കപ്പിന്റെ ആവശ്യമില്ല. ചില സമയത്ത് 9, ചില സമയത്ത് 7, ചില സമയത്ത് 3. മനസ്സിലാക്കണം. ശരീരം മുഴുവൻ ഹിജാമയുടെ ഗുണം കിട്ടിക്കാൻ പറ്റുന്നതാണ് ഈ 3 കപ്പ് അഖ്ദൈൻ കാഹിൽ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഹിജാമ തെറാപ്പിസ്റ്റുകളോടല്ല ഇത് പറയുന്നത്. ഹിജാമ ഒരിക്കൽ എവിടെയോ പോയി ചെയ്തു, അങ്ങനെ ഒരുപാട് കപ്പൊക്കെ വെച്ചിട്ട് ചെയ്തു. പിന്നെ നമ്മളെ നല്ല കഴിവും അറിവുമുള്ള സമർത്ഥന്മാരായ ആളുകളുടെ അടുത്തെത്തുമ്പോൾ കപ്പുകളുടെ എണ്ണം കുറയും. അതങ്ങനെയാണല്ലോ, സാമർഥ്യത്തിനനുസരിച്ച് സമയവും കുറവായിരിക്കും, ഒക്കെ കുറയും. അപ്പൊ ഒരുപാട് ബ്ലഡ് എടുക്കലല്ല ഹിജാമ. ചിലപ്പോൾ ബ്ലഡേ കിട്ടിയെന്ന് വരില്ല, മനസ്സിലാക്കണം. ചിലപ്പോൾ ബ്ലഡേ ഉണ്ടായത് വരില്ല, ബ്ലഡ് എടുക്കേണ്ടത് തന്നെ വന്നെന്ന് വരില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഹിജാമയോട് ചേർത്ത് കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പം രോഗങ്ങൾക്ക് ഒരുപാട് കാലം മരുന്ന് കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു തവണ ഹിജാമ തെറാപ്പിക്ക് വിധേയമാവുക. 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ ചില രോഗികൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, രോഗചികിത്സയുടെ ഭാഗമായി ചെയ്യുമ്പം 1 മാസം തന്നെ 3 തവണയ്ക്ക് ഹിജാമ പ്ലാൻ ചെയ്യാറുണ്ട് ചില രോഗികളിൽ. അതവരുടെ ആരോഗ്യാവസ്ഥയും ശാരീരികാവസ്ഥയും ഒക്കെ പരിഗണിച്ചിട്ടാണ്. ചില രോഗികളിൽ മാസത്തിൽ സുന്ന ഡേയ്സ് പ്ലാൻ ചെയ്തുകൊണ്ട് ഹിജാമ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചില രോഗങ്ങളിൽ നമ്മൾ ചില പ്രത്യേക ദിവസങ്ങൾ നിർണ്ണയിച്ചുകൊണ്ട് ഹിജാമ തീരുമാനിക്കും. മൈഗ്രെയിനൊക്കെ ഹിജാമ ഒരു തവണ ചെയ്യലോട് തന്നെ എന്നേക്കായിട്ട് മൈഗ്രെയിൻ ഇല്ലാണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഹിജാമ തെറാപ്പികളുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരുപാട് കപ്പുകൾ ഉപയോഗിച്ചുള്ള ഒരു മാമാങ്കല്ല ഹിജാമ. എവിടെ ഒരു പരസ്യത്തിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ്, അൺലിമിറ്റഡ് കപ്പ്, എത്ര വേണമെങ്കിലും കപ്പ് വെക്കാം. ഇത് ഡാറ്റ പാക്കേജ് അല്ലല്ലോ അൺലിമിറ്റഡ് പറയാൻ. ഇതൊരു സുന്നത്തായ ഒരു ചികിത്സാ രീതിയാണ്, പൂർവിക പൈതൃകമുള്ളൊരു ചികിത്സാ രീതിയാണ്. അറബ് ഗ്രീക്ക് സംസ്കാരത്തിലൂടെ ലോകത്തെത്തിയൊരു ചികിത്സാ രീതിയാണ്. ലോകം മുഴുവൻ ഏറ്റെടുത്തൊരു ചികിത്സാ രീതിയാണ്. ഇതൊരു എന്തോ ഒരു മൊബൈൽ കമ്പനികളൊക്കെ പിന്നെ ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുക്കണ പോലെ അങ്ങനെയൊന്നും പറയേണ്ടതല്ലോ, നമ്മൾ അങ്ങനെ പോകേണ്ടതുമല്ലല്ലോ. കാരണം കപ്പിന് വെക്കുന്നതിനനുസരിച്ച്, പിന്നെ ചില ആളുകൾ കപ്പിനനുസരിച്ച് പൈസ ഞങ്ങളോട് തന്നെ ഹിജാമ ചെയ്യോ? ചെയ്യാറുണ്ട്. ഒരു കപ്പിന് എത്രയാണ് പൈസ? ഞാൻ പറഞ്ഞ കപ്പ് വാങ്ങാനാണെങ്കിൽ അതിന് 3 രൂപ മുതൽ 30 രൂപയും 40 രൂപയും ക്വാളിറ്റിക്ക് അനുസരിച്ച് കപ്പ് മാർക്കറ്റ് കിട്ടും. ഞങ്ങൾ പൈസ പറഞ്ഞ ഹിജാമ ചെയ്യുന്നവരല്ല. ഹിജാമക്കൊരു നിലവാരമുണ്ട്, ഒരു മൂല്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജാമ ചെയ്ത വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദിയ കൊടുത്തിട്ടുണ്ട്, നല്ല ഹദിയ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിലായിരിക്കെ ഹിജാമ ചെയ്തിട്ടുണ്ട്, നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തിട്ടുണ്ട്, ഹിജാമ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം ഇത് വളരെ ഗൗരവമുള്ള ഒരു ചികിത്സാ രീതിയായി കാണുന്നു. അതുപോലെ തന്നെ അക്യുപങ്ക്ചർ എന്ന ചികിത്സാ രീതിയിലും വളരെ വ്യാപകമായി ഹിജാമയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരത് ചെയ്യുന്നത് അക്യുപങ്ക്ചറിന്റെ ഭാഗമായതുകൊണ്ടല്ല, ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു ചികിത്സാ രീതിയിലൂടെ മരുന്നില്ലാത്ത ജീവിതത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ള നല്ലൊരു മനസ്സോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അതിന്റെ പിന്നിലെ താല്പര്യം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുറേ കപ്പുകളുടെ എണ്ണത്തിനൊന്നും പ്രസക്തി ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ കപ്പിന് പൈസ ചോദിക്കുക, കപ്പിന് പൈസ പറയാന്നുള്ളതും ഒരു നല്ല ഏർപ്പാടാണ് എന്ന് തോന്നുന്നില്ല. ഞാൻ മുമ്പ് എൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിജാമ ചെയ്ത ആൾ ഹിജാമക്ക് ചോദിച്ചു കൂലി വാങ്ങരുത്, പക്ഷെ കൊടുക്കുന്നയാൾ മാന്യമായ ഹദിയ കൊടുക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചോദിച്ചു കൂലി വാങ്ങാത്ത ഏർപ്പാടാണ് എന്ന് കരുതിയിട്ട്
100 രൂപയോ 200 രൂപയോ കൊടുത്ത് നിങ്ങൾ പോവരുത്. കാരണം നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഹദിയ എത്ര വലുതായിരിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എൻ്റെ ഒരു സ്പീച്ച് മുമ്പ് വന്നിട്ടുണ്ട്, ഹിജാമക്ക് പൈസ വാങ്ങരുത് എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസിന്റെ താല്പര്യത്തിൽ പറഞ്ഞതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹിജാമ ചെയ്ത ആൾക്ക് ഹദിയ കൊടുത്തത് നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഹിജാമ ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരു ഹദിയ കൊടുക്കും, അതിൻ്റെ ആ നിലവാരം പുലർത്താൻ ശ്രമിക്കണം. അത് അവർ ജീവിക്കുന്ന സ്റ്റാൻഡേർഡിനനുസരിച്ച്. നമ്മളിപ്പോൾ ഒരു വസ്ത്രം വാങ്ങുമ്പം എനിക്ക് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം വേണമെന്ന് പറയാറുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ ഹദിയ കൊടുക്കുന്ന വിഷയമാണ്. ഹിജാമയോട് ചേർത്ത് ഹദിയ കൊടുക്കുന്ന ഒരു കൂലി പറഞ്ഞ് വാങ്ങുന്നവരോട് അത് അവരുടെ രീതി, അവർ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെതായ ഒരു സിദ്ധാന്ത പ്രകാരമേ പറയാൻ പറ്റും. ഞാൻ പഠിച്ച ഒരു മെത്തേഡ് വെച്ചേ പറയാൻ പറ്റും. കാരണം ഞാൻ വ്യത്യസ്ത തലങ്ങൾ, ഇപ്പോൾ കുവൈറ്റിൽ പോയി ഹിജാമ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിൽ അവിടുത്തെ എക്സ്പേർട്ടുകളായ ആളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാഹ് ഒരു സുന്നത്തായ കർമ്മം എന്നുള്ള നിലക്ക്, മതപരമായൊരു ബാധ്യത എന്ന നിലക്ക് ഞാനിത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ഞാനത് ആളുകളിൽ താല്പര്യമുള്ളവർക്ക് ഇത് പഠിപ്പിക്കുന്നുമുണ്ട്. കാരണം വെച്ചാൽ ഇത് പഠിക്കൽ, കാരണം ഈ ഒരു ചികിത്സാ രീതി ഇവിടെ നിലനിൽക്കണം, ഇത് നിലനിൽക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പഠിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ലോക നിലവാരത്തിലുള്ള ഒരു അക്കാഡമി തന്നെ ഞാനും എൻ്റെ കൂട്ടുകാരൻ, പിന്നെ ഞാൻ മുമ്പ് ഇടയ്ക്കൊക്കെ ചാനലിൽ പറയാറുണ്ട്, ഷക്കീർ, പിന്നെ ലണ്ടൻ ഹിജാബ് അതോറിറ്റി. ഒന്നുമല്ല, ലോക നിലവാരത്തിൽ ഇതിനെ എത്തിക്കുക, ലോകത്തോളം വലിയ ഒരു സംവിധാനമാക്കി ഇതിനെ വളർത്തുക എന്ന ഒരു കാഴ്ചപ്പാടിൽ ലണ്ടൻ ഹിജാമ പിന്നെ അതോറിറ്റി ഇന്ന് വളരെ വ്യാപകമായി തന്നെ ഹിജാമയെ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുസ്തകം വളരെ പെട്ടെന്ന് പ്രകാശനം ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ ഇംഗ്ലീഷിലാണ്, ഇൻഷാ അല്ലാഹ് അത് മലയാളത്തിലും അറബിയിലും നമുക്ക് കൊണ്ടുവരാം. അതിൻ്റെ രചന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പുസ്തകം ഉടനെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ പഠിക്കാം, പക്ഷെ എപ്പോഴും ഒരു ഓഫ്ലൈൻ ക്ലാസ് കൂടി കിട്ടുന്നത് നല്ലതാണ്. ഈ കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വരുത്തണം. അപ്പോൾ എല്ലാവരും ഹിജാമക്ക് വേണ്ടി ഒരുങ്ങുക. സ്വന്തം ശരീരത്തിൻ്റെ പിന്നെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മരുന്നിൻ്റെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനും നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.